ക്രിസ്തുമസിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലായിടത്തും ആരംഭിച്ചു കഴിഞ്ഞു. ദുബായ് CSI മലയാളം ഇടവകയുടെ 50-ാം വാർഷികമാണ് ഇത്തവണ. ക്രിസ്മസിൻ്റെയും 50-ാം വാർഷിക ആഘോഷങ്ങളുടെയും ഭാഗമായി ഒരു കരൾ ഗാനസന്ധ്യ അവർ ഒരുക്കി. സംഗീത മധുരം നിറഞ്ഞ ആ സായാഹ്നത്തിൻ്റെ കാഴ്ചകളാണ് ഗൾഫ് പനോരമയിൽ ആദ്യം. തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾ എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ആഘോഷം കൂടിയാണിന്ന് ക്രിസ്മസ്. ഗൾഫ് നാടുകളിലെ ക്രിസ്മസ് ആരവങ്ങൾ പുതുവർഷവും കടന്ന് നീണ്ടു നിൽക്കും. UAE ക്രൈസ്തവ ദേവാലയങ്ങളിലും വിശ്വാസികളുടെ വീടുകളിലുമൊക്കെ തിരുപ്പിറവി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പുൽക്കൂടൊരുക്കി, നക്ഷത്രങ്ങൾ തൂക്കി, അലങ്കാരങ്ങളോടെ ദൈവപുത്രന്റെ അവതാരത്തെ വരവേൽക്കാനായി എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ഒരു വിഭാഗം വിശ്വാസികൾ 25 ദിവസങ്ങൾ നീണ്ട നോമ്പ് നൽകിയ വിശുദ്ധിയോടെയാണ് ക്രിസ്മസിനെ സ്വീകരിക്കുന്നത്. UAE ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും ആഘോഷ പരിപാടികളും നടക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പള്ളികളിൽ ആലപിക്കുന്ന കാരൾ എന്ന പേരിലുള്ള ഗാനശുശ്രൂഷ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തുവിന്റെ ജനനസമയം സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം തിരുപ്പിറവി അറിയിച്ച ദൂതനോടൊപ്പം ചേർന്ന് ഗാനങ്ങൾ ആലപിച്ചതായി ക്രൈസ്തവർ വിശ്വസിക്കുന്നു. തിരുപ്പിറവി അറിയിച്ച ആ ഗാനസംഘത്തിന്റെ പിന്തുടർച്ചയിലാണ് കാരൾ ഗാനങ്ങൾ ആരാധനയുടെ ഭാഗമായത്. ഫോർ പാർട്സ് സിംഗിങ് എന്നറിയപ്പെടുന്ന വ്യത്യസ്തമായ സ്വരവിന്യാസങ്ങളിലൂടെ സുന്ദരമായ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ ആലപിക്കുന്ന കാരൾ ഗാനങ്ങൾ അതീവ ഹൃദ്യമാണ്. സുപ്രാനോ, ആൾട്ടോ, ടെനർ, ബാസ് എന്നിങ്ങനെ 4 ഭാഗങ്ങളാണ് ഈ ശൈലിയിലുള്ള കാരൾ സംഗീതാവതരണത്തിന് ഉള്ളത്. യൂറോപ്യൻ ക്ലാസിക്കൽ സംഗീതത്തിൽ നിന്നുമാണ് ഈ ഗാനാലാപന ശൈലി രൂപം കൊണ്ടത്. ദുബായ് CSI മലയാളം ഇടവകയിലെ അംഗങ്ങളാണ് ദുബായ് ഹോളി ട്രിനിറ്റി ചർച്ച് ഹാളിൽ നടന്ന കാരൾ ഗാനസന്ധ്യയിൽ പങ്കെടുത്തത്. ദുബായ് CSI മലയാളം ഇടവകയുടെയും ഗാന ശുശ്രൂഷ സംഘത്തിന്റെയും 50-ാം വാർഷികമായിരുന്നു ഇത്തവണ. 50 ആണ്ട് മുമ്പ് കുറച്ച് വിശ്വാസികൾ മാത്രമുള്ള കാലത്ത് ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കൊയർ മാസ്റ്റർ JE മാത്യു ഉൾപ്പെടെ അക്കാലത്തെ ഗായക സംഘാംഗങ്ങൾ പലരും 50-ാം വർഷത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇത്തവണ ദുബായിലെത്തി. 50-ാമത് ക്രിസ്മസ് ഗാന ശുശ്രൂഷയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് ആ കൊയറിൽ, ആദ്യത്തെ കൊയറിൽ 50 വർഷം മുമ്പ് പാടിയ 1-2 വ്യക്തികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടക്കാലത്ത് 50 വർഷങ്ങളിൽ പല സമയത്ത് ഈ ഗായകസംഘത്തോട് ചേർന്ന് പാടിയ പലരും ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുത്തു. 1975-ൽ 12 പേരടങ്ങുന്ന ഗാനശുശ്രൂഷ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ദുബായിലെ അൽ മക്തൂം ഹോസ്പിറ്റലിനടുത്തുള്ള വിമൻസ് സൊസൈറ്റി ഹാളിലായിരുന്നു അവരുടെ പരിശീലനം. 74-ൽ ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പള്ളി അങ്ങോട്ട് ആരംഭിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മക്തൂം ഹോസ്പിറ്റൽ, പഴയ മക്തൂം ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള വിമൻസ് സൊസൈറ്റി ഹാളിലാണ് ആദ്യമായിട്ട് ആരാധനകൾ തുടങ്ങിയതും. ഗായക സംഘമായിട്ട് ഞങ്ങളൊരു 12 പേര് ആരംഭിച്ചു. അന്ന് സ്ത്രീകളാരുമില്ല കൊയറിൽ, എല്ലാ 12 പേരും ആണുങ്ങൾ മാത്രമായിരുന്നു. സോ വി കോൾ ദം ദ കറേജിയസ് 12. കറേജിയസ് 12 എന്നാണ് വിളിച്ചത്.
പഴയകാല ഓർമ്മകൾ പങ്കിടാനും അക്കാലത്തെ സൗഹൃദം പുതുക്കാനുമൊക്കെയുള്ള അവസരമായിരുന്നു ദുബായ് ഹോളി ട്രിനിറ്റി ചർച്ച് ഹാളിൽ നടന്ന ദുബായ് CSI മലയാളം ഇടവകയുടെ ഇത്തവണത്തെ ക്രിസ്മസ് ഗാനശുശ്രൂഷ. മിസ്റ്റർ ജെയ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ 12 അംഗങ്ങൾ കൂടി ഞങ്ങൾ കൊയർ രൂപീകരണം ചെയ്തു. അതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും മെമ്പേഴ്സായിട്ട് ഏകദേശം 100 മെമ്പേഴ്സിന് എബവായിട്ട് ഉള്ള ഒരു കൊയർ വരാൻ സാധിച്ചത്. അതിൽ ആദ്യത്തെ മെമ്പർ എന്ന രീതിയിൽ എനിക്ക് അഭിമാനമുണ്ട്. കൊയർ മാസ്റ്റർ ജൂബി എബ്രഹാം, അസിസ്റ്റന്റ് കൊയർ മാസ്റ്റർ ജിനോ മാത്യു ജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കൊയർ സംഘം പ്രവർത്തിക്കുന്നത്. ഓക്കമോളി ഫെയ്ത്ത്ഫുളിൻ്റെ ആദ്യത്തെ സ്റ്റാൻസർ ലത്തീൻ ഭാഷയിലുള്ള ഒരു സ്റ്റാൻസ് ആയതൊരു പാടി. പിന്നീട് മറ്റേ ഒരു ആഫ്രിക്കൻ പാട്ട്, അത് ഒരു കോങ്കോ റിപ്പബ്ലിക്കിലെ ലിംഗാല ലാംഗ്വേജിലുള്ള പാട്ടായിരുന്നു. പിന്നെ മലയാളവും ഇംഗ്ലീഷും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടാൻ എല്ലാവരും അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ഉത്സാഹിച്ച് പ്രാക്ടീസിനൊക്കെ വരികയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് നല്ലതായിട്ട് ഭംഗിയായിട്ട് പാടാൻ സാധിച്ചു. മലയാളം, ഇംഗ്ലീഷ്, ലാറ്റിൻ തുടങ്ങിയ ഭാഷകളിലുള്ള ഗാനങ്ങളാണ് 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഗാനശുശ്രൂഷാ സംഘം ആലപിച്ചത്. ഇന്നിപ്പോൾ 90 സജീവ അംഗങ്ങളുള്ള ഗാനശുശ്രൂഷാ സംഘമാണ് ദുബായ് CSI മലയാളം ഇടവകയ്ക്കുള്ളത്. 55 അംഗങ്ങളുള്ള ജൂനിയർ കൊയർ ഗ്രൂപ്പും പ്രവർത്തിക്കുന്നു. I feel honored to be in junior choir. It took me 6 months, I guess, for us to learn all the songs and stuff. I have been in junior choir 3 years, and I feel honored and proud that I am now an official member of senior choir. ഇടവക വികാരി റവറൻ രാജു ജേക്കബ് ആരാധനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ തീർപ്പാനായി മനുഷ്യനായി തന്നെ അവതരിച്ച് ക്രൂശിലേറിയ ദൈവപുത്രന്റെ തിരുനാളാണ് ക്രിസ്മസ്. ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഇന്ന് ലോകത്തെല്ലായിടത്തും എല്ലാ മനുഷ്യരും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു. ഗൾഫ് പനോരമയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ.